ഗൈസ്, ഗൂഗിൾ നിർത്താൻ പോകണം. ഗൂഗിളിന് റീപ്ലേസ് ചെയ്യാൻ ഇനി ആരാ വരുന്നത്? സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു CJN ക്രിയേഷൻസ്. അപ്പം നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് ട്വിറ്ററിലും കാര്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ന്യൂസസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസും ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്വിറ്ററിൽ നമ്മുടെ ഈ ജാനുവരി മാസം, ഇപ്പോൾ ഫെബ്രുവരി തീരും, ഇപ്പോൾ മാർച്ചായി. അപ്പോൾ ജാനുവരി സ്റ്റാർട്ടിങ് തൊട്ടേ വന്നു തുടങ്ങിയ ആ ഒരു ന്യൂസാണ് ജിമെയിൽ സപ്പോർട്ട് ഗൂഗിള് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് ഗൂഗിളിൻ്റെ ഒരു സ്റ്റോപ്പിംഗ് ആണോ എന്നൊന്നും നമുക്ക് ചോദിച്ചാൽ അതിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി നമ്മുടെ ഗൂഗിൾ വൈറ്റ് ബോർഡ് അങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോംസിലേക്കുള്ള സപ്പോർട്ട്സ് ഗൂഗിൾ ഓൾറെഡി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗൂഗിൾ വൈറ്റ് ബോർഡിലേക്ക് ഗൂഗിള് അതിൻ്റെ സപ്പോർട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അതിനെ അക്കമ്പനി ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ട്. ഒരു 55 ഇഞ്ചിൻ്റെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഈ ഡിസ്കോഡിലും വെബെക്സിലും ഒക്കെ ഉള്ള വൈറ്റ് ബോർഡ്, ജാം വൈറ്റ് ബോർഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് തന്നെ അവരൊരു ഡിവൈസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. 55 ഇഞ്ചിൻ്റെ ഏകദേശം ഒരു $5000 റേറ്റ് വരുന്ന ഒരു ഡിവൈസാണത്. അതിനുള്ള സപ്പോർട്ടും ഗൂഗിൾ പൂർണ്ണമായിട്ടും പിൻവലിച്ചേക്കാണ്. ഇപ്പോൾ ഗൂഗിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ വൈറ്റ് ബോർഡ് ആൻഡ് ഇപ്പോൾ ജിമെയിലും കൂടി ആ ഒരു ലിസ്റ്റിലേക്ക് കയറുകയാണെന്നാണ് പറയണത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജിമെയിലിനുള്ള സപ്പോർട്ടല്ല ഗൂഗിൾ നിർത്തുന്നത്. അപ്പോൾ ചോദിക്കും, പിന്നെ എന്തുട്ടാണ് ഈ ജിമെയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഡെസ്ക്ടോപ്പിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ റൈറ്റ് സൈഡ് താഴെയായിട്ട് നമുക്ക് സ്ലോ നെറ്റ് സ്പീഡ് ആണെങ്കിൽ ആ ഒരു ബേസിക് HTML വേർഷനിലേക്ക് ലോഡ് ചെയ്യാനുള്ളൊരു ക്വിക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ബേസിക് HTML വേർഷൻ ഓഫ് ജിമെയിലിൻ്റെ സപ്പോർട്ടാണ് ഗൂഗിള് സ്റ്റോപ്പ് ചെയ്യാൻ പോണത്. സാധാരണ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസിക് HTML വേർഷൻ ഓഫ് ജിമെയിൽ ഏകദേശം ഒരു 10 years ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു വേർഷനാണ്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ സാധാരണ നമ്മളൊക്കെ കാണുന്ന ഇൻ്റർഫേസ് എന്ന് വെച്ച് ഇത്തിരി എൻഹാൻസ്ഡ് വേർഷനാണ്. അതിൽ കുറച്ച് AI കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഈ ബേസിക് വേർഷനിലുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര പണ്ടത്തെ ജിമെയിലാണത്. അതിൽ AI ഇല്ല, സ്പെല്ലിംഗ് ചെക്കർ ഇല്ല, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളില്ല. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള വേർഡ്സൊക്കെ തന്നെ ഫില്ലാവുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ബേസിക് HTML വേർഷനിലില്ല. അപ്പോൾ ഇപ്പോൾ ഗൂഗിള് കൺഫേം ചെയ്തേക്കാണ് ഈ ഒരു ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ആദ്യത്തോടു കൂടി ഈ ഒരു ബേസിക് HTML വേർഷൻ ഓഫ് ജിമെയിലും കൂടി സ്റ്റോപ്പ് ചെയ്യപ്പെടും എന്നുള്ളൊരു ന്യൂസാണ് ഗൂഗിള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ പേരൊക്കെ ഇങ്ങനെ ജിമെയിലിൻ്റെ സപ്പോർട്ടും കൂടി പോകുകയാണോ എന്നുള്ളത് ആലോചിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ താഴെ തന്നെ ട്വീറ്റിൻ്റെ താഴെ തന്നെ ആയാലും അത്യാവശ്യം നല്ല രീതിക്കുള്ള കമൻറ്റുകളും കാര്യങ്ങളും കണ്ടായിരുന്നു. അവർ വിചാരിച്ചത് ജിമെയിൽ സപ്പോർട്ട്, പിന്നെ അവർ അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ബേസിക് HTML വേർഷൻ്റെ സപ്പോർട്ടാണ് ഇവർ പിൻവലിക്കണതെന്ന്. ഈ ബേസിക് HTML വേർഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു ഇതുമില്ല. നമ്മൾ പണ്ടത്തെ ഒരു വിൻഡോസ് XP കാണില്ല, ഇപ്പോൾ വിൻഡോസ് 11 നിന്ന് മാറിയിട്ട് നമ്മളൊരു വിൻഡോസ് XP കാണില്ലേ, ആ വിൻഡോസ് XP കാണുന്ന ആ ഒരു ഫീല് ഉള്ളൂ ആ ഒരു ബേസിക് HTML വേർഷൻ. അത് മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ലോ നെറ്റ് സ്പീഡൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാനും സെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ ബേസിക് HTML വേർഷൻ വെച്ചിരുന്നത്. ബേസിക് HTML വേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിമെയിൽ ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഡാറ്റ വലിക്കും നമ്മുടെ നെറ്റിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ റേഞ്ച് ഇല്ല അല്ലെങ്കിൽ നെറ്റിന് സ്പീഡ് കുറവാണ്, പക്ഷെ നമുക്കൊരു മെയിൽ പെട്ടെന്ന് അയക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഈ ബേസിക് HTML വേർഷൻ എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗൂഗിള് ആ ബേസിക് HTML വേർഷൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഈ ഒരു നിർത്തലിൻ്റെ പിന്നെ ഈ ഒരു സ്റ്റോപ്പിങ്ങിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഗൂഗിള് ആ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഇത്രയും കൂടി ഇൻഡെപ്ത് ആയിട്ട് എടുക്കാനായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഡിവൈസസ് അത്യാവശ്യം നല്ല ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 5G ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 1 Gbps അടുത്തൊക്കെ
സുഖമായിട്ട് കിട്ടും 5G ഫോണുകളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല നെറ്റ് സ്പീഡ് ഉണ്ട്, നല്ല പ്രോസസ്സിങ് പവറുള്ള ഫോണും നല്ല പ്രോസസ്സിങ് പവറുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബേസിക് HTML വേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അധികം കമ്പ്യൂട്ടിംഗ് പവർ ഇല്ല, അധികം നെറ്റ് സ്പീഡ് ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2G 3G ഒക്കെ മാക്സിമം ഉണ്ടായുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഈ ബേസിക് HTML വേർഷനെ ലോഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൂഗിള് ഇതുവരെ ബേസിക് HTML വേർഷൻ നിർത്തിയിട്ടുള്ളത്. ഈ ബേസിക് HTML വേർഷൻ സപ്പോർട്ട് തുടർന്ന് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരുടെയും കയ്യിലുള്ള ആ ഒരു പഴയ ഫോണുകളുടെയും പഴയ സിസ്റ്റത്തിൻ്റെയൊക്കെ സപ്പോർട്ട് നിന്നു, ആ ഡിവൈസിൻ്റെ തന്നെ സപ്പോർട്ട് നിന്നു. എല്ലാവരും പുതിയ ഡിവൈസസിലേക്കും പുതിയ ടെക്നോളജിയിലേക്കൊക്കെ മൈഗ്രേറ്റ് ആയി. അപ്പോൾ ഈ ബേസിക് HTML വേർഷൻസിൻ്റെ ആ ഒരു യൂസേജ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഇവർ ആലോചിച്ചിട്ടുണ്ടാവും മേ ബി ഈ റിസോഴ്സസ് സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് മാറ്റാനായിരിക്കാം ഈ ഒരു സ്റ്റോപ്പിങ് ഈ ഒരു HTML വേർഷൻ ടേക്ക് ഡൗൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ട്വിറ്ററിൽ കണ്ടതായാലും കുറേ ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് ജിമെയിലാണ് നിൽക്കുന്നത്, ജിമെയിലാണ് സ്റ്റോപ്പ് ആവുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് നമുക്ക് കുറച്ച് റിസർച്ചിൽ കൂടെ മനസ്സിലായത് ഒറിജിനൽ ജിമെയിൽ നമ്മളിപ്പോൾ കാണുന്ന ജിമെയിലിൻ്റെ ഇൻ്റർഫേസ് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നെറ്റിൻ്റെ സ്പീഡൊക്കെ ഭയങ്കര ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് ജിമെയിൽ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബേസിക് HTML വേർഷൻ കാണാൻ പറ്റും. ഈ ഒരു ബേസിക് HTML വേർഷനാണ് സ്റ്റോപ്പ് ആവാൻ പോണത്. അല്ലാണ്ട് നമ്മുടെ ജിമെയിലിനോ കാര്യങ്ങൾക്കോ ഒരു കുഴപ്പവും വരാൻ പോണില്ല ഇപ്പം നിലവിൽ. പക്ഷേ ഇനി മുമ്പോട്ട് എന്താണെന്നുള്ളത് അറിയില്ല ഞാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മുടെ ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സ്പോട്ടിഫൈ പോലെ തന്നെ ഒരു സ്പോട്ടിഫൈ അല്ല, ഒരു പോഡ്കാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഗൂഗിൾ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഗൂഗിൾ പോഡ്കാസ്റ്റ് ടേക്ക് ഡൗൺ ചെയ്തു, ഗൂഗിൾ വൈറ്റ് ബോർഡ് ടേക്ക് ഡൗൺ ചെയ്തു. ഇനി എന്തൊക്കെയാണ് അടുത്തത് ടേക്ക് ഡൗൺ ചെയ്യാൻ പോണത്? ഇപ്പോൾ ബേസിക് HTML വേർഷൻ ടേക്ക് ഡൗൺ ചെയ്തു. അടുത്തത് എന്താ ടേക്ക് ഡൗൺ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. മേ ബി അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വരുത്താനായിരിക്കാം. എനിവേസ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. നമ്മുടെ ഇതേപോലത്തെ ഗെയിമിംഗ് ആൻഡ് ടെക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടിപൊളി ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അതോ പുതിയൊരു സ്ട്രീമിൽ കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് CJ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.